എൻ്റെ പേര് മാത്യു ജോസഫ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും മാത്യു ജോസഫ് എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ കമ്പനിയെ കേട്ട് കാണും. എൻ്റെ കമ്പനിയുടെ പേര് ഫ്രഷ് ടു ഹോം എന്നാണ്. ഞാനിപ്പോൾ ഫ്രഷ് ടു ഹോമിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും കോ ഫൗണ്ടറുമാണ്. ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ പള്ളിപ്പുറം എന്നൊരു ചെറിയ ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൻ്റെ ഒരു സൈഡ് വേമ്പനാട്ട് കായലും മറു സൈഡ് കൈതപ്പുഴ കായലുമാണ്. ഈ കൈതപ്പുഴ കായലിൻ്റെ തീരത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം മുഴുവൻ മീൻ പിടിക്കാൻ പോകുന്നവരും അത് കൊണ്ടുവന്ന് അവിടുന്ന് മീൻ വിൽക്കാൻ പോകുന്ന ചേച്ചിമാരൊക്കെ അടങ്ങുന്നൊരു വലിയ സമൂഹമാണ്. അവരോടുള്ള ഇടപഴകലും പിന്നെ എൻ്റെ അമ്മച്ചി വെച്ച് തരുന്ന നല്ല മീൻ കറിയെ കൊണ്ട് ഞാൻ കൊച്ചിലെ തന്നെ മീനിനോട് പാഷനുള്ള ഒരാളായി മാറിയിരുന്നു. പിന്നെ എന്തുകൊണ്ട് ബിസിനസ്സുകാരനാകാൻ തോന്നി എന്ന് ചോദിച്ചാൽ, ഞാൻ എല്ലാ ദിവസവും എൻ്റെ LP സ്കൂളിൽ ഞാനും എൻ്റെ സഹോദരങ്ങൾ ഞങ്ങൾ 4 പേരാണ്. ഞങ്ങൾ 4 പേരും പോയിരുന്നത് എൻ്റെ നാട്ടിലെ ഒരു ഗവൺമെൻറ് LP സ്കൂളിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ നടന്നു പോകണം. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ആ സ്കൂളെത്തുക. ഞങ്ങൾ എല്ലാ ദിവസവും ഇതിലെ നടക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പൂഴ് റോട്ടിലൂടെ ഒരു കറുത്ത അംബാസഡർ കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഈ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ വളരെ ബഹുമാനത്തോടെ വളരെ സ്നേഹത്തോടെ അതൊരു പെരുമാറുന്നത് എനിക്ക് എന്നും കാണാം. ഇടയ്ക്കിടയ്ക്ക് ഈ കാറിലിരിക്കുന്ന മനുഷ്യനൊന്ന് കൈപൊക്കി കാണിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ചാച്ചനോട് ചോദിച്ചു, ചാച്ച ഇതാരാ? അപ്പോൾ ചാച്ചൻ പറഞ്ഞു അത് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരനാണ്. എനിക്ക് ആ ചെറിയ പ്രായത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു ബിസിനസ്സുകാരനായാലേ ആൾക്കാരുടെ ബഹുമാനം കിട്ടൂ. ഒരു ബിസിനസ്സുകാരനായാലേ അംബാസഡർ കാർ വാങ്ങാൻ പറ്റും. കാരണം എൻ്റെ നാട്ടിലന്ന് ഒത്തിരി അധ്യാപകരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, പ്രൈവറ്റ് ജോലിക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്ത സൗകര്യങ്ങൾ ബിസിനസ്സുകാരനുണ്ട്. ഒരുപക്ഷെ ആ ഒരു തോന്നലിൽ നിന്ന് എനിക്കും വലുതാകുമ്പോൾ ബിസിനസ്സുകാരനാകണം, എനിക്കും ഒരു അംബാസഡർ കാർ വാങ്ങണം എന്നൊരു ചിന്തയിലേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങനെയാണ് എന്നിൽ ബിസിനസ്സുകാരൻ എന്നൊരു മോഹം ഉദിക്കുന്നത്. പക്ഷെ ഞാനൊരു ജനിച്ചു വളർന്നത് ഒരു സാധാരണ കുടുംബത്തിലാണ്. വേണമെങ്കിൽ ഒരു സാധാരണയിൽ താഴ്ന്ന കുടുംബത്തിലാണ്. എൻ്റെ മാതാപിതാക്കൾ ബിസിനസ്സുകാരോ ഉദ്യോഗസ്ഥരോ ഒന്നുമായിരുന്നില്ല. ഒരു സാധാരണ കുടുംബത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ പറയും, കിട്ടുന്ന തേങ്ങ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. എന്നാൽ അതിനുള്ള ഭൂസ്വത്തുമില്ല. വളരെ ചെറിയ എണ്ണം തേങ്ങ കിട്ടും, അതുകൊണ്ട് അടുത്ത് 2 മാസം ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബം, അതിൽ താഴെയുള്ളൊരു കുടുംബം. അപ്പോൾ എൻ്റെ മോഹം മനസ്സിലുണ്ട്. ഞാൻ എൻ്റെ ഏകദേശം പ്രീ ഡിഗ്രി, ഇന്നത്തെ +2 കഴിഞ്ഞ സമയത്ത് ഞാൻ ജോലിക്ക് കയറുകയാണ്. ഒരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലാണ് ഞാൻ ആദ്യമായി ജോലിക്ക് കയറുന്നത്. ആ കമ്പനിയിലെ അക്കൗണ്ടൻ്റ് എന്ന പോസ്റ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഒരു അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ നമുക്ക് ഓഫീസിൽ നിന്ന് പോകാം. പക്ഷേ അതൊരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനി ആയതുകൊണ്ട് എൻ്റെ പാഷൻ അവിടുത്തെ പ്രോസസ്സിംഗ് ഹാളിൽ മീൻ പലതരം ഇങ്ങനെ കിടന്ന് മറിയുകയാണ്. അപ്പം ഞാൻ 5 മണി കഴിഞ്ഞാൽ നേരെ പ്രോസസ്സിംഗ് ഹാളിലേക്ക് പോകും. പ്രോസസ്സിംഗ് ഹാളിൽ പോയി മീനുകൾ ആയിരക്കണക്കിന് കിലോയാണ് ഓരോ സാധനങ്ങളും വന്ന് മറിയുന്നു. അതിനകത്ത് കിടന്ന് എല്ലാം ഒന്ന് പെരുണ്ട് ഒരു മണമൊക്കെ പിടിച്ച് കഴിയുമ്പോൾ സുഖമാവും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് കമ്പനി തന്നെ എനിക്ക് റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ റൂമിലേക്ക് പോകും. അങ്ങനെ 2 വർഷക്കാലം ഞാൻ ഈ കമ്പനിയിൽ എൻ്റെ ജോലി കഴിഞ്ഞ് വെറുതെ, കമ്പനി ആവശ്യപ്പെട്ടിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ആ മീൻ പ്രോസസ്സിംഗ് ഹാളിനകത്ത് കയറി ഇറങ്ങി ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ MD പറഞ്ഞു, ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാത്യു, ഞങ്ങൾക്ക് കണക്കെഴുതാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും, പക്ഷേ ഞങ്ങൾക്ക് മീനിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ മാത്യുവിനെ അസിസ്റ്റൻറ്റ് മാനേജർ പർച്ചേസ് ആക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മറ്റൊരു അധ്യായം ആരംഭിക്കുന്നത്. അങ്ങനെ കമ്പനി എന്നെ അസിസ്റ്റൻറ്റ് മാനേജർ പർച്ചേസ് പോസ്റ്റിലേക്ക് മാറ്റി. അന്നു മുതൽ പിന്നെ ഞാൻ എൻ്റെ കടപ്പുറം യാത്രകൾ ആരംഭിക്കുകയാണ്. അങ്ങ് കൽക്കട്ട മുതൽ ഇങ്ങ് ഗുജറാത്ത് വരെയുള്ള മുഴുവൻ കടപ്പുറങ്ങളും കയറി ഇറങ്ങി കമ്പനിക്ക് ആവശ്യമുള്ള ചരക്കുകൾ കളക്ട് ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ജോലി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വളരെ അഭിമാനത്തോടെ അല്ലെ സന്തോഷത്തോടെ പറയാം, കൽക്കട്ട മുതൽ ഗുജറാത്ത് വരെയുള്ള നിങ്ങൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായ ഏത് കടപ്പുറത്ത് ചെന്നാലും ഹായ് മാത്യു അല്ലെ മാത്യു സാറേ എന്ന് വിളിക്കുന്ന ഒരാളവിടെ ഉണ്ടാകും എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. ആ ഒരു പരിചയവും ആ ഒരു സൗഹൃദവും ഒക്കെ ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 11 വർഷക്കാലം ഞാൻ ആ കമ്പനി ജോലി ചെയ്തു. ഞാൻ കമ്പനിയിൽ ചെല്ലുമ്പോൾ ആ കമ്പനി സാധാരണ ഒരു പാർട്ണർഷിപ്പ് കമ്പനിയായിരുന്നു. ഞാൻ ഇറങ്ങുമ്പോൾ പബ്ലിക് ഇഷ്യൂ ഒക്കെ നടത്തിയ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറിയിട്ടുണ്ട്. അത് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുമൊക്കെ ഷെയർ ഷെയർ ലിസ്റ്റ് ചെയ്ത വലിയ കമ്പനിയായി മാറി. പക്ഷേ നമ്മൾ മനസ്സിൽ പറയില്ല, നമുക്ക് ബിസിനസ്സുകാരനാകണമെന്ന മോഹം ഉള്ളിലുണ്ടെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ നമുക്കതിനെ പിടിച്ചു നിർത്താനാവില്ല. ആ ഭ്രാന്ത് നമ്മളിങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒടുവിൽ ഞാൻ കമ്പനിയുടെ MDയോട് പറഞ്ഞു, ഞാൻ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണ്, ഞാൻ ജോലി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ആ കമ്പനിയിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ അവിടെ മാനേജർ ഓപ്പറേഷൻസ് എന്ന പോസ്റ്റിലാണ് ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ബിസിനസ്സുകാരനാകാൻ എൻ്റെ ഒന്നുമില്ല. ആകെ ഞാൻ ഇത്രയും വർഷത്തെ ജോലിയിൽ നിന്നും മിച്ചം വെച്ച എൻ്റെ ആകെയുള്ളത് 15,000 രൂപയാണ്.
അപ്പോൾ ഈ 15,000 രൂപ കൊണ്ട് വേണം എനിക്ക് എൻ്റെ ബിസിനസ് തുടങ്ങാൻ. എന്ത് തുടങ്ങണം എന്നൊക്കെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു. കാരണം അരൂർ എന്ന സ്ഥലമുണ്ട്, ആലപ്പുഴ ജില്ലയിൽ അരൂർ എന്ന സ്ഥലത്താണ് എൻ്റെ കമ്പനി ഇരിക്കുന്നത്. എൻ്റെ ഫാക്ടറി ഇരിക്കുന്നതിൻ്റെ ആ ഏരിയ മുഴുവൻ ഒരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് ഹബ്ബാണ് അരൂർ എന്ന മേഖല. കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പ് വരെ ഇന്ത്യൻ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നത്, അല്ല ഏറ്റവും വലിയ ഹബ്ബായിരുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചാണ്. നമ്മുടെ എക്സ്പോർട്ടിൽ 1-ാം സ്ഥാനം എപ്പോഴും കൊച്ചിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. കൊച്ചി ഏകദേശം 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി. ആ കൊച്ചിയിലെ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് റോ മെറ്റീരിയൽ കൊടുക്കാനാണ് ഞാൻ ആദ്യം ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ 15,000 രൂപയേ ഉള്ളൂ. ഈ 15,000 രൂപ കൊണ്ട് ഞാൻ റോ മെറ്റീരിയൽ മെയിനായിട്ട് അവർ വാങ്ങുന്ന സാധനം ചെമ്മീനും മീനും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ആ 15,000 രൂപ കൊണ്ട് ചെമ്മീൻ എടുക്കാൻ പോയാൽ എനിക്ക് തോന്നുന്നു അങ്ങേയറ്റം ഒരു 1-2 ദിവസം എടുക്കാൻ പറ്റും. നെയ്മീൻ എടുക്കാൻ പോയാലും അങ്ങനെ തന്നെ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം എടുക്കാൻ പറ്റും. പക്ഷേ അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരാഴ്ച അടുപ്പിച്ചൊരു കമ്പനിയിൽ ചരക്ക് തൂക്കിയാൽ മാത്രമേ നമുക്ക് കമ്പനിയുടെ ഔദ്യോഗിക സപ്ലയറായി മാറാൻ പറ്റൂ. അപ്പം ഞാൻ നോക്കിയിട്ട് ഏറ്റവും വില കുറഞ്ഞ സാധനം കക്ക ഇറച്ചിയാണ്, ക്ലാം മീറ്റ്. അന്ന് കക്ക ഇറച്ചിക്ക് 15 രൂപയാണ് വില. അങ്ങനെ ഞാൻ 15 രൂപയുള്ള കക്ക ഇറച്ചി ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന സ്ഥലത്ത് പോയി അതുണ്ടാക്കുന്നൊരു വീട്ടിൽ പോയി അവരെ കണ്ട് അവരുമായി ടൈപ്പായി. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും 100 കിലോ 150 കിലോ 200 കിലോ വീതം കക്ക ഇറച്ചി എടുത്ത് ഈ കമ്പനിയിൽ ആദ്യത്തെ ഒരാഴ്ച ഞാൻ തൂക്കി. അങ്ങനെ ഒരാഴ്ച അടുപ്പിച്ച് തൂക്കിയപ്പോൾ അടുത്ത ആഴ്ച കമ്പനി എനിക്ക് പൈസ തിരിച്ചു തന്നു. അങ്ങനെ ഞാൻ ആ കമ്പനിയുടെ ഔദ്യോഗിക സപ്ലയറായി. അങ്ങനെ ഏകദേശം ഒരു 2-3 മാസക്കാലം ഞാൻ ഈ കക്ക ഇറച്ചി മാത്രം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ പഴയ പരിചയങ്ങളും സൗഹൃദങ്ങളും ഉള്ളിടത്തുനിന്ന് ചെമ്മീനും മീനും സാധനങ്ങളൊക്കെ കമ്പനികളിലേക്ക് സപ്ലൈ ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് മാറിയത്. അങ്ങനെയാണ് ഞാൻ വീണ്ടും വലിയ സപ്ലയറായി മാറി. അങ്ങനെ ഏകദേശം 2 വർഷക്കാലം ഞാൻ ഈ ഫിഷ് സപ്ലൈ കൊണ്ടു നടന്നു. പക്ഷെ അപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു വിഷമം, ഈ കമ്പനികളൊന്നും കൃത്യമായി നമുക്ക് പേയ്മെൻറ്റ് തരുന്നില്ല. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കമ്പനി തരും എന്ന കണക്കൂട്ടിൽ തിങ്കളാഴ്ച തരുമെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച തരാമെന്ന് കടപ്പുറത്ത് എൻ്റെ സുഹൃത്തുക്കളോട് പറയും. അങ്ങനെ എനിക്ക് കൃത്യമായി വാക്ക് പാലിക്കാൻ പറ്റാതെ, പ്രത്യേകിച്ച് അവരൊക്കെ നമ്മൾ പറയുന്നത് കേട്ട് ആ വാക്ക് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ആ പാവപ്പെട്ടവരുടെ മുമ്പിൽ എനിക്ക് പൈസ ഇല്ലാതെ ചെല്ലാനുള്ളൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ കമ്പനികളുടെ ഒന്നും പേയ്മെൻറ്റ് കൃത്യമായി കിട്ടുന്നില്ല ആർക്കും. അപ്പോൾ പിന്നെ എൻ്റെ ചിന്ത, എന്നാൽ പിന്നെ എന്താ നിങ്ങൾക്ക് തന്നെ എക്സ്പോർട്ട് ചെയ്താൽ കൂടെ, എന്തിനാ ഇവർക്ക് കൊടുക്കുന്നതായി. അങ്ങനെ ഞാൻ എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങുന്നതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അന്ന് പോലും ഒരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങണമെങ്കിൽ മിനിമം 5 കോടി രൂപയെങ്കിലും വേണം. 5 കോടി എന്ന് പറയുന്ന എമൗണ്ടൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുന്നതല്ല. അങ്ങനെ ഞാൻ എക്സ്പോർട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെന്ന് ദുബായിൽ ജോലിയുണ്ട്. ദുബായിൽ നിന്ന് അദ്ദേഹം എന്നെ വിളിക്കുകയാണ്, മാത്യു ഇവിടെ പച്ച മീനിന് നല്ല മാർക്കറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ആദ്യമായി ഒരു വിദേശയാത്ര പോവുകയാണ് ദുബായിലേക്ക്. ദുബായ് ചെന്ന് പച്ചമീൻ്റെ മാർക്കറ്റിൽ ഞാൻ 2 ആഴ്ച ചിലവഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി 60-ലധികം രാജ്യങ്ങളിൽ നിന്ന് അന്നും പച്ചമീൻ ദുബായിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഈവൻ നൗ UAE എന്ന രാജ്യത്തിൻ്റെ ആവശ്യമായ പച്ചമീനിൻ്റെ 75% ഇപ്പോഴും അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ നല്ലൊരു മാർക്കറ്റുണ്ട്. പച്ചമീനിന് നമുക്കവിടെ വലുതാകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടുന്ന് ഒരു കമ്പനിയുടെ ഓർഡറൊക്കെ ആയിട്ട് തിരിച്ച് കൊച്ചി വന്നു. അന്ന് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് തുടങ്ങിയ സമയമാണ്. അങ്ങനെ 2000-ൽ ഞാൻ ആദ്യമായിട്ട് ദുബായിലേക്ക് പച്ചമീൻ കൊച്ചിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, അന്നത്തെ എക്സ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെയാണ്, നമ്മൾ തെർമോക്കോൾ ബോക്സിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ തെർമോക്കോൾ ബോക്സിൽ ഇത് പാക്ക് ചെയ്ത് വിടുമ്പോൾ ഒരു സൈഡിൽ എക്സ്പോർട്ടർ അഡ്രസ്സ് ഉണ്ടാവും, ഒരു സൈഡിൽ ഇമ്പോർട്ടർ അഡ്രസ്സ് ഉണ്ടാവും. എക്സ്പോർട്ടറായ എൻ്റെ കമ്പനിയുടെ പേരെന്ന് അറ്റ്ലെയർ എക്സ്പോർട്സ് എന്നാണ്. അപ്പോൾ അറ്റ്ലെയർ എക്സ്പോർട്സിൻ്റെ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും ഇന്നത്തെ പോലെ ഫോണോ അല്ലെങ്കിൽ മെയിലൊന്നും അല്ല, അന്ന് ആകെ ഉള്ളതൊരു ഫാക്സാണ്. അപ്പോൾ ഫാക്സ് നമ്പറൊക്കെ അതിനുണ്ട്. അപ്പോൾ ഇത് ദുബായ് മാർക്കറ്റിൽ ചെല്ലുന്നു. ദുബായിൽ നിന്ന് ആരൊക്കെയോ പറഞ്ഞ് എവിടെയൊക്കെയോ അറിഞ്ഞ് എൻ്റെ ചെറിയ എക്സ്പോർട്ട് എൻ്റെ ഫാക്സ് നമ്പറിലേക്ക് എനിക്ക് ഓർഡർ വരാൻ തുടങ്ങി. അങ്ങനെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ പച്ചമീൻ എക്സ്പോർട്ട് ദുബായ് കടന്ന് സൗദിയായി, സിംഗപ്പൂരായി, തായ്പേയായി, ഓസ്ട്രേലിയയായി. അങ്ങനെ ഞാൻ അറിയാതെ എൻ്റെ എക്സ്പോർട്ട് വളരുകയായിരുന്നു. അങ്ങനെ ഫ്രഷ് ഫിഷിൻ്റെ എക്സ്പോർട്ട് കൊച്ചിയിൽ നിന്ന് ഞാൻ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 2008 ആയപ്പോൾ അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടി, ലോകത്തെ മുഴുവൻ ഒരു സാമ്പത്തിക ക്രൈസിസ് പിടികൂടുന്നു എന്ന് ഞാൻ പത്രങ്ങളിലും TV കളിലും കണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല, എൻ്റെ ബിസിനസ് വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു 2010 ആയപ്പോൾ, നമ്മളിപ്പോൾ പറയില്ലേ കോവിഡിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറയുന്ന മാതിരി, ഒരു റെസിഷൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്നെയും ബാധിച്ചു തുടങ്ങി. എൻ്റെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ ഈ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചു തുടങ്ങി. അപ്പോൾ ഈ 8-10 വർഷത്തെ എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഞാൻ കുറേ വസ്തുക്കൾ, കുറേ വണ്ടികൾ, കുറേ അസറ്റുകൾ ഞാൻ ഉണ്ടാക്കിയിരുന്നു.
പക്ഷേ ഈ 2010 ആയപ്പോൾ എൻ്റെ എക്സ്പോർട്ട് എല്ലാ ദിവസവും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ എല്ലാ ദിവസവും സെയിൽസ് പ്രൈസ്, അവരുടെ വാങ്ങൽ ശേഷി, അവരെല്ലാ ദിവസവും വാങ്ങൽ ശേഷി കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. സാധാരണഗതിയിൽ എക്സ്പോർട്ട് മേഖലയിൽ $1 കുറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കടപ്പുറങ്ങളിലും ആ വില കുറയും, അത് സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രാവശ്യം എനിക്ക് മനസ്സിലായത്, ആ സമയത്ത് സാമ്പത്തിക ക്രൈസിസിൽ ഇന്ത്യയിലെ കടപ്പുറങ്ങളിലോ ഇന്ത്യയിൽ മീൻ തരുന്നവരിലോ ഒരു പൈസ പോലും ഇന്ത്യൻ മാർക്കറ്റിൽ കുറയുന്നില്ല. ഇന്ത്യക്ക് സാമ്പത്തികമായ യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ളതായി നമുക്ക് ഫീൽ ചെയ്യുന്നേയില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ വില ഓരോ ദിവസവും കൂടുന്നതല്ലാതെ കുറയുന്നേയില്ല. അങ്ങനെ പക്ഷേ ഞാൻ എക്സ്പോർട്ട് തുടരുന്നുണ്ട്. എക്സ്പോർട്ട് തുടരുന്നതിന് വേണ്ടി ഞാൻ നഷ്ടം സഹിച്ച് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഏകദേശം ഒരു 2011 അവസാനം 12 വരെയൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നഷ്ടം സഹിക്കുന്നതിന് ഞാൻ ഇത്രയും വർഷം ഉണ്ടാക്കിയ എൻ്റെ വണ്ടികൾ, എൻ്റെ വസ്തുക്കളൊക്കെ വിറ്റ് ഞാൻ ഒടുവിൽ എൻ്റെ വീടും താമസിക്കുന്ന സ്ഥലവും മാത്രം മിച്ചമായൊരു സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ മനസ്സിലാവുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും ഓരോ സാധനങ്ങൾ വിൽക്കുന്നു, നമ്മുടെ കച്ചവടം നഷ്ടത്തിലാണെന്നൊക്കെ വീട്ടുകാർക്കറിയാം. വൈഫും എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഞങ്ങൾ അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, അപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് ഈ ധീരുഭായ് അംബാനിയാണ് എൻ്റെ റോൾ മോഡൽ. അപ്പോൾ ധീരുഭായ് അംബാനി ആകാൻ നടക്കുന്ന ആളാണെന്ന് വൈഫിനൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന മനുഷ്യനായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് സപ്പോർട്ട് തരും. പക്ഷേ ആ സമയത്ത് ഞാൻ അന്ന് അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ വൈഫിനോട് പറഞ്ഞു, ഇനി രക്ഷയില്ല, ധീരുഭായ് അംബാനി ആകാനെന്ന് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് നടക്കും തോന്നുന്നില്ല, എല്ലാം നഷ്ടത്തിലായി, എല്ലാം വിറ്റില്ല, ഇനി വീട് ഇത് മാത്രമേ ഉള്ളൂ, നമുക്ക് ഇനിയും എവിടെയെങ്കിലും ജോലിക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈഫിനോട് എന്തുകൊണ്ടാണ് നഷ്ടം വരുന്നത് എന്ന കാര്യം ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ വൈഫിൻ്റെ ഒരു ചോദ്യം ഉണ്ടായി. വൈഫ് എന്നോട് ചോദിച്ചു, പിന്നെ എന്തിനാണ് നമ്മൾ ഈ വില കൂടിയ രാജ്യത്തു നിന്ന് എടുത്ത് വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത്, നമുക്ക് ഈ വില കൂടിയ രാജ്യത്ത് തന്നെ കൊടുത്താൽ പോരെ? സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ എവിടെയാണോ അത് ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ്. ചില കാര്യങ്ങളില്ല നമ്മുടെ മനസ്സിൽ കുത്തിക്കയറും, അല്ലേ, സ്പാർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ മനസ്സിൽ കുത്തിക്കയറിയൊരു ചോദ്യമായിരുന്നത്. അപ്പോഴാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചൊന്ന് പഠിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്യാൻ പോയാൽ ഞാൻ ഒരു സാധാരണ മീൻ കച്ചവടക്കാരനായി പോകും. പക്ഷേ ഞാൻ അപ്പോൾ ആരാണെന്നറിയോ, ഞാൻ അപ്പോൾ ഒരു എക്സ്പോർട്ടറാണ്. എൻ്റെ കുട്ടികൾക്ക് സ്കൂളിലും എൻ്റെ ഭാര്യയ്ക്ക് നാട്ടിലും എൻ്റെ മാതാപിതാക്കൾ മറ്റുള്ളവരോടും പറയാം, എൻ്റെ മകൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ അച്ഛൻ എക്സ്പോർട്ടറാണെന്ന് പറയാം. ആ ഒരു ഗമയുണ്ട് എൻ്റെ മുമ്പിൽ, ആ ഒരു സ്റ്റാറ്റസ് ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ വൈഫ് പറഞ്ഞത് വെച്ച് ഞാൻ ഇന്ത്യയിൽ മീൻ കച്ചവടം ചെയ്യാൻ പോയാൽ ഞാനൊരു മീൻ കച്ചവടക്കാരനായി പോകും. ഇപ്പോഴും ഈവൻ നൗ ഞാൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, മീൻ കച്ചവടക്കാരൻ അല്ല മീൻ കച്ചവടം ചെയ്യുന്നവൻ എന്ന് പറയുന്നത് സ്റ്റാറ്റസിൽ വളരെ താഴ്ന്ന ലെവലിലാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം കാണുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരമൊരു സ്റ്റാറ്റസിലേക്ക് താഴാനാണ് ശരിക്കും പറഞ്ഞാൽ വൈഫിനോട് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലെ മീൻ കച്ചവടത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്ത്യയിലെ മീൻ കച്ചവടം എന്ന് പറയുന്നത് ഒരു ചെറിയ കളിയല്ല. നമ്മൾ പറയില്ലേ, നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഈ ബിസിനസ്സിനോട് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരെക്കുറിച്ചും ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചും ഒക്കെ വായിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഞാൻ വായിച്ചറിഞ്ഞ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത്, മേഖല എന്ന് പറയുന്നത് ഹോളിവുഡ് സിനിമയുടെ മാർക്കറ്റായിരുന്നു. ആ വർഷം പോലും ഹോളിവുഡ് സിനിമയുടെ മാർക്കറ്റ് $48 ബില്യൺ ആയിരുന്നു. പക്ഷേ ഇന്ത്യൻ സീ ഫുഡ് മാർക്കറ്റ്, ഇന്ത്യയിൽ ഞാനും നിങ്ങളും കഴിച്ചു തീർക്കുന്ന മീനിൻ്റെ മാർക്കറ്റ് ആ സമയത്ത് പോലും 50 ബില്യണിലധികമായിരുന്നു. ആ 50 ബില്യൺ വരുന്ന വലിയ മാർക്കറ്റ് എൻ്റെ മുന്നിൽ കിടന്നിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് നിലനിർത്താൻ, ആരുടെയൊക്കെ മുമ്പിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ ഞാൻ എക്സ്പോർട്ട് നഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒടുവിൽ ഞാൻ ഈ കണക്കുകൾ, ഈ ഡാറ്റകൾ കിട്ടിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും ഇന്ത്യയിലെ സീ ഫുഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ. പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ സീ ഫുഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങുക എന്നതായി പിന്നത്തെ ചിന്ത. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എറണാകുളത്ത് MG റോഡിൽ അന്ന് 2 മീൻ കടയുണ്ട്. അന്ന് ഇന്ത്യയിൽ മീൻ വിൽക്കുന്നതിൻ്റെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫോം എന്ന് പറയുന്നത് കടകളാണ്. അങ്ങനത്തെ 2 കടകൾ MG റോഡിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ 2 സഹോദരങ്ങൾ, 2 പേരും ഡൽഹിയിലാണ്. ഞാൻ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എടാ നമ്മുടെ ബിസിനസ്സൊക്കെ ഭയങ്കര നഷ്ടത്തിലാണ്, ഞാൻ എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുകയാണ്, ഇന്ത്യയിലെ സീ ഫുഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത്രയും വലുതാണ്, അപ്പോൾ നമുക്കിവിടെ തുടങ്ങാം, നമുക്ക് കടകൾ തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും അവരുടെ വൈഫുമാരെ ചേർത്തുകൊണ്ട് നമുക്കൊരു കമ്പനി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുപേര് കരോണ്ട് കടവിൽ നിന്നാണ്. ഞങ്ങൾ കരോണ്ട് കടവിൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ഡൽഹി, ബാംഗ്ലൂർ, കൊച്ചി, തിരുവനന്തപുരം 4 സിറ്റികളിൽ 4 കട വീതം 16 കട തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ദിവസവും ആഴ്ച 1-2 പ്രാവശ്യമെങ്കിലും ഈ MG റോഡിലെ 2 കടയിലും മാറിപ്പോയി ആവശ്യമില്ലെങ്കിൽ 1/2 കിലോ 1 കിലോ മീൻ മേടിക്കും. എന്തിനാ വെച്ചാൽ എന്താണ് അതിനകത്ത് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ട. അങ്ങനെ ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു,
നമ്മുടെ കടയിൽ വൈകുന്നേരം എന്ത് മിച്ചമുണ്ട് എന്ന് ആ കടയിലിരിക്കുന്ന ആൾ പറയുന്നത് എൻ്റെ ഓണർ വിശ്വസിക്കേണ്ടി വരും. കാരണം ഒരു ബുക്കോ പേപ്പറോ ആണ് വിൽക്കാൻ പോകുന്നതെങ്കിൽ 10 ബുക്ക് കൊണ്ടുപോയി വെച്ചു, 5 ബുക്ക് വിറ്റു, ബാക്കി 5 ബുക്ക് മിച്ചമുണ്ട്. വളരെ സിമ്പിളായ കണക്കാണ്. പക്ഷേ മീൻ അങ്ങനെയല്ല. ഒരു 100 കിലോ നെയ്മീൻ കൊണ്ട് വെച്ചാൽ 10 കിലോ നെയ്മീൻ ഹോളായിട്ട് ഒരാൾ എടുക്കാൻ വന്നാൽ ശരിയാണ്, ബാക്കി 90 കിലോ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ കണക്കിൽ അടുത്തയാൾ വരുന്നത് 5 കിലോ കറിക്കട്ട് വാങ്ങാനായിരിക്കും. 5 കിലോ കറിക്കട്ട് കിട്ടണമെങ്കിൽ ഏകദേശം 8 കിലോ മീൻ എടുക്കണം. അടുത്ത കസ്റ്റമർ വരുന്നത് 5 കിലോ സ്റ്റീക്സ് വാങ്ങാനായിരിക്കും, വറുക്കാൻ പാകത്തിന്. അങ്ങനെ 5 കിലോ സ്റ്റീക്സ് എടുക്കണമെങ്കിൽ ഏകദേശം 10 കിലോ മീൻ എടുത്താൽ 5 കിലോ കിട്ടും. അപ്പോൾ ഓരോ മീനിൻ്റെയും കട്ടും ഈൽഡും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ എൻ്റെ അനിയന്മാരോട് പറഞ്ഞു, എടാ നമ്മൾ ഈ കട തുടങ്ങിയൊരു പ്രശ്നമുണ്ട്. ഈ കടയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവർ പറയുന്നത് വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കട എന്ന പദ്ധതി ഉപേക്ഷിക്കാം. പിന്നെ എങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങും എന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഓൺലൈനിൽ മീൻ വിറ്റാലോ എന്നൊരു ചിന്ത വരുന്നത്. അങ്ങനെ 2012 ആണ് നമ്മൾ ഓൺലൈനിലേക്ക് മീൻ വിൽക്കാൻ തുടങ്ങുന്നത്. എൻ്റെ അനുജൻ്റെ ഒരു സുഹൃത്തിന് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടെന്നും പനമ്പള്ളി നഗറിൽ. അപ്പോൾ ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു, എനിക്കൊരു ഓൺലൈൻ മീൻ സൈറ്റ് വേണം. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കുറേ നോക്കി പക്ഷേ ഒന്നും കാണുന്നില്ല. ഇത് ചേട്ടനൊരു കാര്യം ചെയ്യും, ചേട്ടൻ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളടുത്ത് വന്ന് ഫീഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കാമെന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് ഞങ്ങളൊരു സൈറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 6 മാസം ഞാൻ അവിടെ പോയി അവരുടെ മുമ്പിലിരുന്ന എൻ്റെ ഉള്ള കച്ചവടം കൂടി പോകും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കുഫൂസ് എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. ഞങ്ങളൊക്കെ അന്ന് ആ കോളേജിനെ പനങ്ങാട് ഫിഷറീസ് കോളേജ് എന്ന് പറയും. ആ പനങ്ങാടുള്ള ഫിഷറീസ് കോളേജ് എൻ്റെ സുഹൃത്ത് ഡോക്ടർ ദിനേഷ് ഉണ്ട്. അദ്ദേഹം അവിടെ അന്ന് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ രജിസ്ട്രാറാണ്. അപ്പോൾ ഞാൻ ദിനേഷ് സാറിനോട് പറഞ്ഞു, സാറേ എനിക്കൊരു 3 കുട്ടികളെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ ദിനേഷ് സാർ അവിടെ നിന്ന് എനിക്ക് 3 കുട്ടികളെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ എടുത്തു തന്നു. ഞാൻ ഈ പനമ്പള്ളി നഗറിലെ സോഫ്റ്റ്വെയർ കമ്പനിയുടെ പുറകിൽ ഒരു MIG വീട് വാടകയ്ക്ക് എടുത്ത് ആ കുട്ടികളവിടെ കൊണ്ടിരുത്തി. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ വേണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുട്ടികൾക്ക് സയൻസ് പരമായിട്ട് എന്നേക്കാൾ അധികം അറിയാം മീനിനെക്കുറിച്ച്. പക്ഷേ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ അവർക്കൊന്നും അറിയില്ല. അവരെ ഞാൻ എല്ലാ ദിവസവും അരൂരുള്ള എൻ്റെ ഷെഡിൽ കൊണ്ടുപോയി 4ഉം 5ഉം തരം മീനെടുക്കും. ഞാൻ തന്നെ ഓരോ കട്ടും കാണിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് എല്ലാം ഒരു ബുക്കിൽ എഴുതി അവർ ഈ സോഫ്റ്റ്വെയർ കമ്പനി കൊണ്ട് ഫീഡ് ചെയ്യും. ഇങ്ങനെ ഞങ്ങൾ 6 മാസം കൊണ്ട് ഒരു സൈറ്റ് ഉണ്ടാക്കി. പിന്നെ 2 മാസം ട്രയലൊക്കെ നടത്തി. അന്ന് പുറത്തിറക്കിയ സൈറ്റിൻ്റെ പേരാണ് www.sea2home.com. കടലിൽ നിന്ന് വീട്ടിലേക്ക് എന്ന അർത്ഥത്തിൽ sea2home.com എന്നൊരു സൈറ്റ് ഞങ്ങൾ പുറത്തിറക്കി. ഇത് 2012 അങ്ങനെ sea2home.com ഡൽഹി, ബാംഗ്ലൂർ, തിരുവനന്തപുരം, കൊച്ചി 4 സിറ്റികളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ 4 സിറ്റികളിൽ എനിക്ക് പരസ്യം ചെയ്യുന്നത് പോലെ പൈസയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അനിയന്മാരുടെയും ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ എന്നിങ്ങനെയുള്ള അവിടെ താമസിക്കുന്ന ആൾക്കാരോട് പറഞ്ഞ് ആ ഒരു മൗത്ത് ടു മൗത്ത് അറിഞ്ഞാണ് നമ്മുടെ സൈറ്റ് വലുതായത്. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഫോബ്സ് മാഗസിൻ എന്നെ വിളിക്കുകയാണ്, മാത്യുവിനെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഈ ഫോബ്സ് എന്ന് പറയുന്ന മാഗസിൻ എൻ്റെ അറിവിൽ അന്നുണ്ടായിരുന്നത് ധീരുഭായ് അംബാനിയെ പോലുള്ള വലിയ പണക്കാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ എന്നതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഫോബ്സ് എന്നെ കാണാൻ കൊച്ചിയിൽ വന്നു. എന്നോടൊപ്പം 3 ദിവസം നടന്നു. ആ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, മാത്യു ഞങ്ങൾ വരാൻ കാരണം sea2home.com ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ്. sea2home.com ആണ് ലോകത്തിലെ ആദ്യത്തെ ഓൺലൈൻ ഫ്രഷ് ഫിഷ് മാർക്കറ്റ്. sea2home.com ആണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, അന്ന് ഈ സോഫ്റ്റ്വെയർ കമ്പനിക്കാർ നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് ലോകത്തിലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തേതാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ അടുത്ത ഫോബ്സിൽ ഞാൻ കടപ്പുറത്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് 2 പേജ് അവർ എന്നെക്കുറിച്ച് വലിയ ലേഖനം അടിച്ചു വന്നു. പിന്നെ ഇന്ത്യയിലെ പത്രങ്ങൾ, മാഗസിൻസൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നു. ഞാൻ അറിയാതെ sea2home ഇങ്ങനെ വളരുകയാണ്. അങ്ങനെ ഒരു ദിവസം തിരുവനന്തപുരം മലയാള മനോരമയുടെ മെട്രോയിൽ ഞാൻ കടപ്പുറത്ത് നടക്കുന്ന ഫോട്ടോയൊക്കെ വെച്ചൊരു വലിയ വാർത്ത വരുന്നു. മലയാളികൾ sea2homeൻ്റെയും മാത്യു ജോസഫിൻ്റെയും കഥ അറിഞ്ഞു. പക്ഷേ ഏകദേശം അന്നൊരു 11:30 ആയപ്പോൾ sea2homeൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. ലോകത്തിലാദ്യമായി കസ്റ്റമർ കൂടി പൊട്ടിപ്പോയ കമ്പനിയായി മാറി sea2home.com. 11:30 ആയതോടുകൂടി എൻ്റെ സൈറ്റ് ക്രാഷായി, ആർക്കും ഓർഡർ ചെയ്യാൻ പറ്റാതെയായി, ആൾക്കാരെല്ലാവരും ബഹളായി. അന്ന് ഞാൻ തന്നെയാണ് കസ്റ്റമർ സപ്പോർട്ട്, ഞാൻ തന്നെയാണ് മാനേജർ, ഞാൻ തന്നെയാണ് മുതലാളി എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ആൾക്കാർക്ക് ബോംബെയിലും ബാംഗ്ലൂരും ഡൽഹിയിലും കൊച്ചിയിലും തിരുന്നുന്ന കസ്റ്റമർ എന്നെ വിളിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് തരുന്നില്ല.
നല്ല രീതിയിൽ ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ തുടങ്ങണം, നല്ല മീൻ കിട്ടിയിരുന്നതാണെന്ന് വളരെ പ്രോത്സാഹനജനകമായി സംസാരിച്ച കസ്റ്റമേഴ്സുണ്ട്. തനിക്ക് പണിയറിയാൻ മേലെ പിന്നെ എന്തിനാണോ താൻ പണിക്കിറങ്ങിയെന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടായി. പിന്നീട് ഒരു 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഈ സൈറ്റ് വീണ്ടും തുറന്നു. പക്ഷേ പിന്നീട് 100 പേര് 150 പേര് പൊട്ടാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ ഇത് നിവർത്തിയില്ലാതെ ഇതിൻ്റെ ഒരു കാരണമുണ്ട്. ഒന്ന്, എനിക്ക് മീനിനെക്കുറിച്ച് അറിയാം. പക്ഷേ ഈ ടെക്നോളജിയോടുള്ള എൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആ പരമ്പരാഗതമായ വ്യവസായത്തിനകത്തേക്ക് ടെക്നോളജി കൊണ്ടുപോയി മുട്ടിച്ചത്. പക്ഷേ ടെക്നോളജിയിൽ എനിക്ക് അറിവ് കുറവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴും ഈവൻ നൗ എനിക്കറിയില്ല വാട്ട്സ് ബിഹൈൻഡ് ദ സ്ക്രീൻ. അപ്പോൾ എൻ്റെ അറിവില്ലായ്മയാണ് അങ്ങനൊരു അവസ്ഥയിലേക്ക് സീറ്റ് ഹോമിനെ കൊണ്ട് എത്തിച്ചതെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. അങ്ങനെ ഒടുവിൽ നിവർത്തികേടുകൊണ്ട് ഞാൻ സീറ്റ് ഹോം അടച്ചു പൂട്ടി. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് നമുക്കൊരു ടെക്നോളജി അറിയാവുന്ന ഒരാളെ കൂടി കൂട്ടി ഇതിനെ തുടങ്ങാം. കാരണം ഇന്ത്യയിൽ ആദ്യത്തെയാണ്, ലോകത്തിലെ ആദ്യത്തെയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ചെറിയൊരു കാര്യമല്ല, അതിനെ കണ്ടിന്യൂ ചെയ്യണം എന്ന് തീരുമാനിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്നൊരു ഫോൺ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, മാത്യു, എൻ്റെ പേര് ഷാൻ കടവിലെന്നാണ്, എനിക്ക് എന്തുകൊണ്ടാണ് മീൻ കിട്ടാത്തത്? അപ്പോഴാണ് ഞാൻ കാണുന്നത് ഷാനും ഷാൻ്റെ കൂട്ടുകാരെല്ലാം സീറ്റ് ഹോമിൻ്റെ സ്ഥിരം കസ്റ്റമറായിരുന്നു. അവർക്ക് മീൻ കിട്ടാവുന്നപ്പോഴാണ് അവരാണ് തിരക്കി വരുന്നത്. അപ്പോൾ ഞാൻ ഷാനോട് ഈ കഥകളൊക്കെ പറഞ്ഞു. ഷാനെ ഞാനൊരു ടെക്നോളജി അറിയാവുന്ന ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തുടങ്ങും, അപ്പോൾ മീൻ തരാമെന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മാത്യുവിനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞാൻ ഷാൻ ആരാണെന്ന് തപ്പിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഷാൻ Zynga.com എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിം കമ്പനിയുടെ ഇന്ത്യയിലെ CEO ആണ്. 7 വർഷം അദ്ദേഹം അമേരിക്കയിലായിരുന്നു. കൊച്ചിയിലെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച മനുഷ്യനാണ്. അങ്ങനെ ഷാനും ഇപ്പോഴത്തെ ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റ് സുരേഷും കൂടി എന്നെ കാണാൻ അരൂരുള്ള എൻ്റെ ഓഫീസിൽ വരുന്നു. തിരിച്ചവർ ബാംഗ്ലൂർ ചെന്നിട്ട് എന്നെ തിരിച്ച് അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ ചെല്ലുമ്പോൾ എന്നെ Zynga.comൻ്റെ ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ട്രിനിറ്റി മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ ഓഫീസ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് 3-4 നിലയിൽ അവരുടെ ഓഫീസാണ്. ഒരു നിലയിൽ കയറിയപ്പോൾ വലിയ വലിയ സ്ക്രീനുകളിലേക്ക് നോക്കി കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ക്രീനിൻ്റെയും അടിയിൽ ഈ വീഡിയോ ഗെയിം കളിക്കുന്നവരുടെ എണ്ണം എഴുതി വരുന്നു. 4,60,000, 3,40,000, 1,80,000. അപ്പോൾ ഷാനിനോട് ചോദിച്ചു, മാത്യു, ഇത്രയും ആൾക്കാർ കയറിയാലും പൊട്ടിപ്പോകാത്ത സാധനമൊക്കെ ടെക്നോളജിയൊക്കെ ഞങ്ങളിലുണ്ട്, മാത്യുവിൻ്റെ സൈഡിൽ ഇത്രയും ആൾക്കാർ കയറിയാൽ പോരെ? നമ്മൾ ഇത്രയൊന്നും കയറേണ്ട മനുഷ്യനെ, നമുക്കൊരു 50,000 പേര് കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ചർച്ചകൾക്കും ഇതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ ഞാനും ഷാനോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങൾ 6 കോഫൗണ്ടേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ 2015 വീണ്ടും ഇതിനെ റീലോഞ്ച് ചെയ്യുന്നത്. അപ്പോഴും സീറ്റ് ഹോമിൽ കൂടി തന്നെ തുടങ്ങി. പക്ഷേ ഞങ്ങൾ സീറ്റ് ഹോം ആയിരുന്നപ്പോൾ മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഞങ്ങൾ ചിക്കനും മട്ടനും തുടങ്ങിയ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോഴാണ് എടുത്തു മാറ്റിയിട്ട് അവിടെ ഫ്രഷ് കൊണ്ട് വയ്ക്കുന്നു. അങ്ങനെയാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഫ്രഷ് ഹോമിൻ്റെ ജനനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ശരിക്കും വരുന്നത് എവിടെ നിന്നാണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ അഭിമാനത്തോടെ ഞാൻ വരുന്നത് മാർക്കറ്റിൽ നിന്നാണ്. പക്ഷേ ഷാനും ടീമും വരുന്നത് എവിടെ നിന്നാണ്? അവർ കോർപ്പറേറ്റ് ആയിരുന്നു. അപ്പോൾ എപ്പോഴാണോ കോർപ്പറേറ്റും മാർക്കറ്റും കൂടി കണ്ടുമുട്ടിയത്, അപ്പോഴാണ് ഫ്രഷ് ഹോം എന്നൊരു സാധനം ഉണ്ടായത്. അപ്പോൾ എപ്പോഴും ഏത് ബിസിനസ്സിലും അങ്ങനത്തെ ചില കണ്ടുമുട്ടലുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചില കൂടിച്ചേരലുകൾ നമുക്ക് ആവശ്യമാണ്. കോർപ്പറേറ്റുകാരെ കൊണ്ട് മാത്രം പലതും ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റുകാരെ കൊണ്ട് മാത്രം പലതും ചെയ്യാൻ പറ്റില്ല. അത് രണ്ടുപേരും കൂടി കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് പലതും ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, പല ചരിത്രങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇനി ബിസിനസ് ചെയ്യാൻ വരുന്നവരോടും എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളെപ്പോഴും എന്നിലെ കഴിവ് മാത്രം കൊണ്ട് എല്ലാം ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. നമ്മുടെ കഴിവിനോടൊപ്പം വേറെ ചിലത് കൂടി വരുമ്പോഴാണ് നമുക്ക് മറ്റു പലതുമായി മാറാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ഏകാംഗ കളിക്ക് പോകാതെ ഒരു ടീം വർക്കിലേക്ക് മാറണം. ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഏതൊരു ബിസിനസ്സിനെയും വലുതാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂ. അങ്ങനെ ഞങ്ങൾ സീറ്റ് ഹോമിൽ നിന്ന് ഫ്രഷ് ഹോമായി 2015 ഫ്രഷ് ഹോം ആരംഭിച്ചു. പിന്നെ എല്ലാം നിങ്ങൾക്കറിയാം. ഈ ഫ്രഷ് ഹോം ആരംഭിച്ചു പോകുമ്പോൾ, ഫ്രഷ് ഹോം തുടങ്ങുന്നതിന് മുമ്പ്, സീറ്റ് ഹോം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ എനിക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ എവിടെ നിന്ന് മൂലധനം കിട്ടുമെന്നറിയോ? എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അറിവ്, ഒരുപക്ഷെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, എനിക്ക് മനസ്സിലായിരുന്നത്, എനിക്കറിയാമായിരുന്നത്, എൻ്റെ വീടിൻ്റെ ആധാരം കൊണ്ട് ബാങ്കിൽ പണയം വെച്ചാൽ ലോൺ കിട്ടും, ആ ലോൺ എടുത്ത് ഞാൻ ബിസിനസ് ചെയ്യും, ആ ബിസിനസ് വിജയിച്ചാൽ എനിക്ക് കൊള്ളാം, തോറ്റാൽ ആധാരം കൊണ്ട് ബാങ്ക് പോകും. ഈ ഒരു മാർഗ്ഗം മാത്രമേ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ, സാമ്പത്തികം അല്ലെങ്കിൽ ബിസിനസ്സിന് പൈസ ഉണ്ടാക്കാനുള്ള. അല്ലാതൊരു വഴി എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ ഫോബ്സിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ VC സർക്കിൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു മലയാളി പയ്യനാണ് വന്നത്. അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ നോക്കിക്കോ, ഇത് വലിയ ഇന്നോവേറ്റീവ് ഐഡിയയാണ്, ആൾക്കാരൊക്കെ പൈസയായിട്ട് വരും, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടഡ് കമ്പനികൾ വരും, ഉറപ്പായിട്ടും ഞാൻ പറയുന്നു ഞങ്ങളുടെ VC സർക്കിളിൽ നിന്ന് വന്നോട്ടെ എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ
VC സർക്കിളെന്നും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടെന്നും ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴും ഞാൻ ഓർത്തു ഇവൻ എന്താണ് വല്ല തട്ടിപ്പുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ മനസ്സിലായെങ്കിലും എനിക്ക് അതുമായിട്ട് യാതൊരു കണക്ഷനുമില്ല, അങ്ങനത്തെ യാതൊരു ബന്ധങ്ങളുമില്ല. പക്ഷേ ഷാൻ എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ ഷാൻ അമേരിക്കയിൽ 7 വർഷം ജീവിച്ച് ഇത്തരം ബിസിനസ് മേഖലകളൊക്കെ വളരെ സുപരിചിതനായ മനുഷ്യനാണ്. അങ്ങനെയാണ് ഞങ്ങളിലേക്ക് ആദ്യമായി ഏഞ്ചൽ ഫണ്ടിങ് ഒക്കെ വരുന്നത്. ലോകത്തിലെ നിങ്ങളറിയുന്ന വലിയ വലിയ കമ്പനിയുടെ വലിയ വലിയ ചീഫ് എക്സിക്യൂട്ടീവുമാരും CTOമാരും CFOമാരൊക്കെ ഞങ്ങളുടെ കമ്പനിയിലെ ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ളവരാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക് തുടങ്ങി എല്ലാ വമ്പൻ കമ്പനിയുടെ ആൾക്കാർ ഞങ്ങളുടെ കമ്പനിയിൽ ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ളവരാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മേരി മീക്കർ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. മേരി മീക്കറെ കുറിച്ച് പറയുന്നത്, മേരി മീക്കറുടെ ലേഖനത്തിൽ നിങ്ങളുടെ കമ്പനിയുടെ പേര് വന്നാൽ മതി, പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതാണ്. അങ്ങനെ ഒരിക്കൽ മേരി മീക്കർ ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളെക്കുറിച്ച് പഠിക്കുന്നു. പഠിച്ച ശേഷം അവർ പുറത്തിറക്കിയ ലേഖനത്തിൽ ഇന്ത്യയിലെ 5 കമ്പനികളെക്കുറിച്ച് അവർ പറയുന്നു. അതിലൊന്ന് ഫ്രസ്റ്റ് ഹോം ആയിരുന്നു. ആ 5 കമ്പനികളിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് അവർ എഴുതി ചേർത്തപ്പോൾ പിന്നെയാണ് ഫ്രസ്റ്റ് ഹോമിലേക്ക് നിങ്ങൾ കാണുന്ന വലിയ വലിയ കമ്പനികളൊക്കെ നിക്ഷേപവുമായി കടന്നു വന്നത്. അങ്ങനെയാണ് ഫ്രസ്റ്റ് ഹോം A ലെവൽ ഫണ്ടിങ്ങും B ലെവൽ ഫണ്ടിങ്ങും C ലെവൽ ഫണ്ടിങ്ങും ഇപ്പോൾ ഞങ്ങൾ D ലെവൽ ഫണ്ടിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അമേരിക്കൻ ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, ദുബായ് ഗവൺമെൻറ്, അബുദാബി ഗവൺമെൻറ്, ദുബായിൽ അൽഗുറൈർ ഗ്രൂപ്പ്, ലാസ്റ്റായി വന്നത് ആമസോൺ തുടങ്ങി നിങ്ങൾ അറിയുന്ന ലോകത്തിലെ വലിയ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടഡ് കമ്പനികളൊക്കെ ഫ്രസ്റ്റ് ഹോമിൽ ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇത്രയും വലിയ പ്രസ്ഥാനങ്ങൾ ഫ്രസ്റ്റ് ഹോമിൽ വരാൻ, ഫ്രസ്റ്റ് ഹോമിന് ഫണ്ട് കിട്ടി എന്നതിനപ്പുറത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നത്, ചേർത്തല താലൂക്കിൽ ഒരു ചെറുതായി തുടങ്ങി മീൻകച്ചവടം ഷാനും ടീമും എല്ലാം കൂടി വന്ന് ഞങ്ങളിതിനെ ഫ്രസ്റ്റ് ഹോമാക്കി വലുതാക്കി ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയപ്പോൾ ഈ കാണുന്നവരെല്ലാവരും ഞങ്ങളെ തേടി വന്നത് ഞങ്ങളുടെ ആരെയും ബന്ധുക്കളായതുകൊണ്ടല്ല, മറിച്ച് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുമായിരിക്കുന്ന ധാരാളം കമ്പനികൾ ഇന്ന് ലോകത്തുണ്ട്. അവർക്ക് എന്ത് വേണം? അവർക്ക് ഞങ്ങൾ നിക്ഷേപിക്കുന്ന ഫണ്ട് 3 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ ഡബിളായി ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകണം. അത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അത്തരം ഒത്തിരി കമ്പനികൾ ഇന്ന് ലോകത്ത് കാത്തിരിപ്പുണ്ട്. അത് നിങ്ങൾ കേരളത്തിന് ഏതെങ്കിലും മൂലയിലോ ഏതെങ്കിലും ഗ്രാമത്തിലോ തുടങ്ങി എന്ന് പറയുന്നതൊന്നും അവിടെ വിഷയമല്ല. ഞങ്ങൾ ഇത്ര രൂപ നിക്ഷേപിച്ചാൽ ഇതിൻ്റെ ഇരട്ടിയുമായി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന കാരണങ്ങൾ ആ കമ്പനിയിലുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. അപ്പോൾ ഫ്രസ്റ്റ് ഹോമിൽ പണം വന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാർട്ടപ്പുകളിലെ വാതായനങ്ങൾ ഇവിടെ തുറന്നിടുകയാണ്. നിങ്ങൾക്കും ഫണ്ടിങ്ങിന് വേണ്ടി വിഷമിക്കേണ്ടി വരില്ല. നിങ്ങൾ അത്തരം ഇന്നൊവേറ്റീവ് ഐഡിയയുമായി നല്ല തുറന്ന മനസ്സുമായി നിങ്ങളും ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നാൽ ഉറപ്പായും ഫണ്ട് തേടി ആൾക്കാർ വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളുടെ C ലെവൽ ഫണ്ടിങ് നടക്കുകയാണ്. ഞങ്ങളുടെ C ലെവൽ ഫണ്ടിങ് നടത്തുമ്പോൾ അമേരിക്കയിൽ നിന്ന് $1 ട്രില്യൺ ഫണ്ടിങ് ഉള്ളൊരു കമ്പനി, $1 ട്രില്യൺ നിങ്ങൾ കമ്പ്യൂട്ടർ അടിച്ചു എങ്കിലേ കിട്ടുള്ളൂ, കാൽക്കുലേറ്റർ തികയില്ല. $1 ട്രില്യൺ ഉള്ള ഒരു കമ്പനി ഞങ്ങളെ കാണാൻ ബോംബെയിൽ നിന്ന് ഞാനാണ് ബോംബെയിൽ അവരുമായിട്ട് കണ്ടുമുട്ടിയത്. ബോംബെയിൽ ഞങ്ങളുടെ ഫാക്ടറിയെ കണ്ടു കഴിഞ്ഞാൽ ആ പോകുന്നതിന് മുൻപ് അദ്ദേഹം എന്നോട് കേരളത്തിലെ 3 സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് ചോദിക്കുകയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനും സ്റ്റാർട്ടപ്പ് കമ്പനികളുമായി വളരെ അടുത്തിടപഴകുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് പോലും അറിയില്ലാത്ത 3 സ്റ്റാർട്ടപ്പുകൾ കമ്പനിയെക്കുറിച്ച് $1 ട്രില്യൺ ഉള്ള അമേരിക്കൻ കമ്പനി എന്നോട് തിരക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ എവിടെ തുടങ്ങുന്നു, എന്തു തുടങ്ങുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ കാണുന്നതിലധികം, നിങ്ങൾ പഠിക്കുന്നതിലധികം നിങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആരൊക്കെയോ ലോകത്തുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് കേരളത്തിനും ഭാരതത്തിനും ഇത് ഒരു വലിയ ബിസിനസ് വിപ്ലവം നടത്താനുള്ള സമയമാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നീടൊരിക്കൽ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ജോലിക്കാരാവാം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാവാം എന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ബിസിനസ്സിൽ സ്വപ്നം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.